അമേരിക്കയിൽ തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം ഉയരുകയാണ്. ഇക്കഴിഞ്ഞ നവംബർ മാസം മാത്രം 71,321 പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. ഇതോടെ 2025 കമ്പനികളിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാരുടെ എണ്ണം 1.17 ദശലക്ഷമായി. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിതെന്നാണ് റിപ്പോർട്ട്. കോർപ്പറേറ്റുകൾ ചെലവ് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതും മാന്ദ്യത്തിന്റെ സൂചനകളും വിവിധ വ്യവസായങ്ങളിലെ പുനഃക്രമീകരണവുമാണ് കൂട്ടപ്പിരിച്ചുവിടൽ അല്ലെങ്കിൽ ലേ ഓഫ് വർദ്ധിക്കാനുള്ള കാരണം. അമേരിക്കയിലുടനീളമുള്ള കമ്പനികൾ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുകയാണ്. 1993 മുതൽ ഇത് 6ാം തവണയാണ് ഒരു വർഷത്തെ പിരിച്ചുവിടലുകൾ 1.1 ദശലക്ഷം കവിയുന്നത്. കോർപ്പറേറ്റുകൾ ചെലവ് നിയന്ത്രിക്കാനായി കൂട്ടപ്പിരിച്ചുവിടലിന് നിർബന്ധിതരാകുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഓട്ടോമേഷനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വർദ്ധിച്ചു വരുന്നതിനാൽ പല കമ്പനികളും പഴയ വിപുലീകരണ കാലഘട്ടത്തിൽ രൂപീകരിച്ച ടീമുകളെ പിരിച്ചുവിടുകയാണ്. 2026 കടക്കുമ്പോൾ തൊഴിൽ വിപണിയിൽ സമ്മർദ്ദം വർദ്ധിക്കുമെന്നതിന്റെ സൂചനയാണ് ഇതെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം സർക്കാർ മേഖലയിൽ പിരിച്ചുവിടലുകൾ ഉണ്ടായതും ജോലി നഷ്ടപ്പെട്ടവരുടെ എണ്ണം ഉയരാൻ കാരണമായിട്ടുണ്ട്. ഒക്ടോബർ വരെ 3 ലക്ഷത്തിലധികം പൊതുമേഖലാ ജോലികൾ ഇല്ലാതായി. ലോജിസ്റ്റിക്സ്, ഉപഭോഗം എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും കനത്ത തിരിച്ചടി നേരിട്ടു. വെയർഹൌസിംഗ് മേഖലയിൽ 90,000-ലധികം പേർക്കും റീറ്റെയിൽ മേഖലയിൽ ഏകദേശം 90,000-ലധികം പേർക്കും ജോലി നഷ്ടപ്പെട്ടു. ടെക്നോളജി, ടെലികമ്മ്യൂണിക്കേഷൻസ്, റീറ്റെയിൽ, മാനുഫാക്ചറിംഗ് തുടങ്ങിയ വ്യവസായങ്ങളാണ് പിരിച്ചുവിടലുകളിൽ മുന്നിട്ട് നിൽക്കുന്നത്. ടെക്നോളജി മേഖലയിലെ ജീവനക്കാർക്കാണ് കൂടുതലായും ജോലി നഷ്ടമായത്. ഈ വർഷം ഇതുവരെ 1,40,000-ലധികം പിരിച്ചുവിടലുകൾ ടെക് കമ്പനികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിക്ഷേപം പുനഃക്രമീകരിക്കുന്നതും ആവർത്തന സ്വഭാവമുള്ള ടീമുകളെ കുറയ്ക്കുന്നതും 2026 വരുമാനം കുറയുമെന്ന പ്രതീക്ഷയും ഇതിന് കാരണമായിട്ടുണ്ട്. ചെലവ് ചുരുക്കൽ, സാമ്പത്തിക അനിശ്ചിതത്വം, AI-യുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം എന്നിവ തൊഴിൽ രീതികളെ പുനർനിർമ്മിക്കുകയാണ്. വരും മാസങ്ങളിൽ അമേരിക്കക്കാർക്ക് കൂടുതൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം നവംബറിൽ ജോലി നഷ്ടപ്പെട്ടവരുടെ എണ്ണം ഒക്ടോബറിനേക്കാൾ കുറവാണെങ്കിലും 2024 നവംബറിനെ അപേക്ഷിച്ച് 24% കൂടുതലാണ്. ഒക്ടോബറിൽ 1,53,074 പേർക്കാണ് ജോലി നഷ്ടപ്പെട്ടത്. ഒക്ടോബറുമായി താരതമ്യം ചെയ്യുമ്പോൾ ജോലി നഷ്ടപ്പെട്ടവരുടെ എണ്ണത്തിൽ 54% കുറവ് രേഖപ്പെടുത്തി. 2024 നവംബറിൽ 57,727 പേർക്ക് മാത്രമായിരുന്നു ജോലി നഷ്ടപ്പെട്ടിരുന്നത്. അതേസമയം ഈ വർഷത്തെ കണക്കുകൾ തൊഴിൽ വിപണി സമ്മർദ്ദത്തിലാണെന്ന സൂചന നൽകുന്നുവെന്നാണ് റിപ്പോർട്ട്. അമേരിക്കയിലെ ടെക് ഭീമന്മാർ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. ടെക് ഭീമന്മാരും ജീവനക്കാരെ വെട്ടിച്ചുരുക്കുന്നത് തുടരുകയാണ്. ആമസോൺ, മൈക്രോസോഫ്റ്റ്, മെറ്റ, ഇന്റൽ, HP എന്നിവ ക്ലൗഡ് സേവനങ്ങൾ, ഉപകരണങ്ങൾ, HR, പരസ്യം, AI പ്രവർത്തനങ്ങൾ എന്നിവയിലുടനീളം പുതിയ പിരിച്ചുവിടലുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2025 ആമസോൺ ഏകദേശം 14,000 കോർപ്പറേറ്റ് ജീവനക്കാരെ പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചു. ഇത് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ശക്തി കുറയ്ക്കലാണ്. ആമസോൺ വെബ് സർവീസസ്, ഓപ്പറേഷൻ, ഡിവൈസസ്, ഹ്യൂമൻ റിസോഴ്സ്, പ്രൈം വീഡിയോ, അഡ്വർടൈസിംഗ്, മാനേജ്മെന്റ് മേഖലകളിലാണ് ആമസോണിന്റെ ജീവനക്കാരുടെ എണ്ണം കുറച്ചത്. നവംബറിൽ വെരിസോൺ 13,000-ലധികം ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതേസമയം 2025 പുതിയ നിയമനങ്ങളിലും കാര്യമായ വർധനവില്ല. ഈ വർഷം ഇതുവരെ 4,97,151 പുതിയ നിയമനങ്ങൾ പ്രഖ്യാപിച്ചു. ഇത് 2024 ഇതേ സമയം പ്രഖ്യാപിച്ച 7,61,954 നിന്ന് 35% കുറവാണ്.